ചെമ്പഴന്തി ഇടത്തറയിൽ മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരുക്കേൽപ്പിച്ചു. ഇടത്തറ മാധവാശ്രമത്തിൽ ലൗഷയെ ഭർത്താവ് ജയകുമാറാണ് വെട്ടിയത്. കഴുത്തിന് പിന്നിലും കൈപ്പത്തിയിലുമാണ് വെട്ടേറ്റത്. സുലേഖയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുലേഖ, കഴുത്തിന് പിന്നിലും കൈപ്പത്തിയിലുമാണ് വെട്ടേറ്റതെന്നാണ് ലഭിക്കുന്ന വിവരം. ആരോഗ്യനില സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എങ്ങനെ? അവിടെ ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ചെമ്പഴന്തി ഇടത്തറയിലാണ് മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. മാധവാശ്രമത്തിൽ ലൗഷയാണ് ഭർത്താവിന്റെ വെട്ടേറ്റത്. ജയകുമാർ എന്നാണ് ഈ ലൗഷയുടെ ഭർത്താവിന്റെ പേര്. കഴുത്തിന് പിന്നിലും കൈപ്പത്തിയിലുമായാണ് ഈ വെട്ടേറ്റിട്ടുള്ളത്. മദ്യപിച്ച് ഉണ്ടായ കുടുംബ വഴക്കിനിടെയാണ് ജയകുമാർ ഭാര്യ ലൗഷയ്ക്കെതിരെയുള്ള ഒരു അക്രമം നടത്തുന്നത്. ലൗഷയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. കഴുത്തിന് പിന്നിലും കൈപ്പത്തിയിലുമാണ് വെട്ടേറ്റിട്ടുള്ളത്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ലൗഷയുടെ ഭർത്താവ് ലൗഷയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ജയകുമാർ എന്ന വ്യക്തി ഇപ്പോൾ നിലവിൽ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെയും ഈ ലൗഷയും അതിനൊപ്പം തന്നെ ജയകുമാറും തമ്മിൽ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു മദ്യപാനത്തെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് കടന്നതെന്നാണ് അറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ പരിക്കേറ്റ ലൗഷ സംസാര ശേഷിക്ക് കുറച്ച് പ്രശ്നമുള്ള വ്യക്തിയാണ് ലൗഷ എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുള്ളത്. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആവണി. ശരി, ചെമ്പഴന്തിയിൽ മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ലൗഷയെ നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സുലേഖ നൽകിയത്.